ഹായ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ലൊരു തെളിച്ചുള്ള ദിവസമാണ്. അപ്പുറത്തെ പറമ്പിൽ JCBൻ്റെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. അവർ പറമ്പൊക്കെ നിരത്തിയിട്ട് മുന്നിൽ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാതുകൊണ്ട്. അപ്പോൾ എൻ്റെ ജോലി ഇതാ തേങ്ങ ഒരുപാട് വീണിട്ടുണ്ട്. അത് കൊട്ടത്തേങ്ങ ആയിട്ടുണ്ട്, കുറേ എണ്ണം കേട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വേഗം വെട്ടിയിട്ട് രാവിലെ തന്നെ അത് വെയിൽ കിട്ടാൻ വേണ്ടി പെട്ടെന്ന് വെട്ടി വെയിലത്തിടുകയാണ്. അത് പൊളിച്ചിട്ട് വെയിലത്തിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നെ ഇങ്ങനത്തെ വർക്കൊക്കെ ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ ഗ്ലൗസ് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അത് കാരണം വെച്ചാൽ ആദ്യമൊന്നും എനിക്ക് ശീലമില്ലായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ ഒരുപാട് തേങ്ങയൊക്കെ വെട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ പറമ്പിൽ കൈക്കോട്ട് കുത്തുന്ന സമയത്തൊക്കെ നമുക്ക് ഈ കൈയുടെ വേദന കുറേയൊക്കെ കുറയ്ക്കാനും പറ്റും. അതുപോലെ തന്നെ പരിക്കുകൾ, വേദന, മുറിവൊക്കെ പറ്റുന്നതൊക്കെ ഒഴിവാക്കാനൊക്കെ ഈ ഗ്ലൗസ് ഒരുപാട് യൂസ്ഫുൾ ആണ് കേട്ടോ. അത് ആദ്യമൊന്നും എനിക്ക് തീരെ അത് ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷെ അതിപ്പോൾ സുനിയേട്ടൻ പറഞ്ഞത് അങ്ങനെ സുനിയേട്ടൻ എല്ലാത്തിനും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഉപയോഗിച്ച് ഞാനൊരു ശീലമായിട്ടുണ്ട്. പക്ഷെ നല്ലൊരു കാര്യമാണത്. നമ്മൾ റഫായിട്ടുള്ള വർക്ക് ചെയ്യുമ്പോൾ കുറച്ചൊരു നമ്മുടെ കൈക്കൊരു റിലാക്സ് ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ വെള്ളമുള്ള തേങ്ങയൊക്കെ ഏകദേശം വെയിലത്തായിട്ടുണ്ട്. ഇനി കൊട്ടത്തേങ്ങയുള്ളത്. കൊട്ടത്തേങ്ങ എന്നുവെച്ചാൽ കേട് വന്നിട്ടുണ്ടാവും. അത് അവിടെ മുറിച്ചിട്ട് ഇനിയിപ്പോൾ വെയിലത്തവിടെ വയ്ക്കേണ്ട ആവശ്യമുള്ളൂ. അതിന് വെയിൽ ഉണക്കം ആയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ അത് വേറെ മുറിച്ച് വയ്ക്കാമെന്ന് കരുതിയിട്ടോ. ഇനിയിപ്പോൾ അതാ ഈ പൊളിച്ച ചകിരിയെല്ലാം പെട്ടെന്ന് ചെതൽ വരും കേട്ടോ. ഇതിവിടെ നമുക്ക് വെക്കാനേ പറ്റൂല. അത് ഈ ഒരു മണ്ണിൻ്റെ പ്രത്യേകതയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ കണ്ടോ, ഞാൻ കഴിഞ്ഞ 2 ദിവസം മുന്നേ വെച്ച വിറകാണിത്. അപ്പോൾ കണ്ടോ, ആ വിറകിൻ്റെ അതേ ആകൃതിയിൽ അവിടെ അങ്ങനെ നല്ല ഭംഗിയിൽ ഡിസൈനിൽ ചെതൽ പിടിച്ച് കിടക്കുക. അപ്പോൾ ഈ മണ്ണിന് എനിക്ക് എന്തോ ഒരു പ്രത്യേകത തോന്നിയിട്ടുണ്ട്. അത് ശ്രദ്ധിക്കാൻ കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഏത് മണ്ണെടുത്താലും അല്ലെങ്കിൽ കുറച്ച് വലിപ്പമുള്ള ചരലുകൾ ഉണ്ടാവുമല്ലോ, ഉറപ്പുള്ള കല്ലുകൾ. പക്ഷേ ഇതിലങ്ങനെ ഈ മുറ്റത്തൊന്നും നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കല്ലുകളില്ല, ഉറപ്പുള്ള കല്ലുകളില്ല. ഇത് ഒരു പുട്ടുപൊടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള ആ ഒരു തരികളായിട്ടുള്ള മണ്ണാണ് ഈ ഒരു സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ വലിയ ഉരുളൻ കല്ലുകളില്ല, ഈ പറമ്പിൽ അങ്ങനെ കണ്ടിട്ടില്ല. പിന്നുള്ളത് ഇതാ ഇപ്പോൾ ഈ മുറ്റത്ത് കണ്ടോ, അങ്ങനെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ കുഞ്ഞ് ചിതലിൻ്റെ ഒരുപാട് ചിതൽപ്പുറ്റുകൾ ഇങ്ങനെ കാണാം. അതൊക്കെ ഈ ഒരു പെട്ടെന്ന് ഇതിങ്ങനെ ചിതൽപ്പുറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇതൊന്നും ഇങ്ങനെ സോഫ്റ്റായിട്ട് ഈ മണ്ണ് കിടക്കുന്നതൊക്കെ എന്താ അറിയില്ല, അതിൻ്റെ ഈ ഭൂമിയുടെ ഒരു പ്രത്യേകതയായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്കൊരു പ്രധാനപ്പെട്ട ജോലിയുണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ മോട്ടോർ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഒരു ഫോണിലൂടെ നമ്മുടെ ദൂരെ ഒരു വീട്ടിലിരുന്നിട്ട് നമ്മുടെ ദൂരെയുള്ള പറമ്പ് നമുക്ക് നനയ്ക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഇത്. ഇതിൻ്റെ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അത് പോയി കാണാം കേട്ടോ. ഇത് പിന്നെ സോളിനോയിഡ് വാൽവാണ്. ഇതും അതുപോലെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു വാൽവാണ്. വെള്ളത്തിൻ്റെ ഓസിൽ കണക്ട് ചെയ്യാൻ പറ്റിയ വാൽവാണ്. ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പറ്റുന്ന വാൽവ്. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രീഷ്യൻ വരും. അപ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രിപ്പിൻ്റെ വർക്കും ഉണ്ട്. അപ്പോൾ അതിനുള്ള ഓസുകളും വേറെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രീഷ്യൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം ഇപ്പോൾ അവർ വന്നിട്ടുണ്ട്, ജോലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മെയിനായിട്ടുള്ള ഓസ് മുറ്റത്തിൻ്റെ അവിടെ നേർത്തിയിട്ടിരിക്കുകയാണ്. അത് ടാങ്കിലേക്ക് കണക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സുനിയേട്ടൻ അത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അവരൊറ്റയ്ക്കാണ് വന്നത്. അവരുടെ കൂടെ അവരുടെ അസിസ്റ്റൻ്റായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ടാങ്കിൻ്റെ മേലെ ഒരു വാൽവ് വെക്കുകയാണ്. എന്ന് വെച്ചാൽ ഓവർഫ്ലോ വരുമ്പം അത് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻസ് ചെയ്യാനുള്ളൊരു വാൽവ് വെക്കുകയാണ്. അതും വേറൊരു ഓട്ടോമാറ്റിക്കായിട്ടുള്ള സംഭവമാണ് കേട്ടോ. ഫോണിലൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ സോളിനോയിഡ് വാൽവ് വെച്ചു. ഇപ്പോൾ വൈകുന്നേരമായി, അവരുടെ പണി ഏകദേശം കഴിഞ്ഞു. ഇപ്പോൾ ഒരു വാൽവൊക്കെ വെച്ചു. അതെല്ലാം വർക്കിംഗ് ആണ്. ഇതിൻ്റെ വീഡിയോയും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫോൺ വഴി തന്നെ വെള്ളം പോകുന്നത് ഓഫാക്കാനും ഓണാക്കാനും പറ്റും. ഇപ്പോൾ വൈകുന്നേരമായി നമ്മുടെ തേങ്ങയൊക്കെ നമ്മൾ ഈ പെട്ടിയിലെടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഇലക്ട്രീഷ്യൻ പോയിട്ടുണ്ട്, അയാളുടെ ജോലിയൊക്കെ കഴിഞ്ഞ് അയാൾ പോയി. ഇനി നമുക്ക് വേറെ കുറച്ച് ജോലികൾ കൂടി ഉണ്ട്. പറമ്പിൽ കുറച്ച് ഡ്രിപ്പിൻ്റെ വർക്കുണ്ട്. അപ്പോൾ ഈ പെട്ടി ഇങ്ങനെ വെക്കാൻ കാരണം രമണീച്ചിക്ക് വന്ന് അത് ഉണക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഉണക്കി അതിൽ തന്നെ വെക്കാം. നമ്മുടെ ഒരു കുഞ്ഞിപ്പത്തായാണിത്. അത് പുറത്ത് തന്നെ വെച്ച് പൂട്ടി വയ്ക്കും. അപ്പോൾ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ രമണീച്ചി വന്ന് ഉണക്കിയെടുത്ത് വെച്ചോളൂ. ഇപ്പോൾ നമ്മൾ പറമ്പിലേക്കൊന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഇനി ഡ്രിപ്പിൻ്റെ കുറച്ച് വർക്കുണ്ട്.
അപ്പോൾ അതൊന്ന് അതിന് വേണ്ടി പോവാണ്. അപ്പോൾ പോയപ്പം നമ്മുടെ പനയുടെ കായ നിറയെ വീണെടുക്കണം കേട്ടോ. ഇതിപ്പോൾ നൊങ്ക്, നമ്മുടെ നാട്ടിലൊക്കെ നൊങ്ക് എന്ന് പറഞ്ഞ് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കായ ഇവിടെ നിറയെ വീണ്ടും മുളച്ച തൈ കണ്ടില്ല, അതായത് മുളച്ച് കിടക്കുകയാണത്. ഈ ഒരു കവുങ്ങിൻ്റെ പോലെ കാണുന്ന അത് മുളച്ചതാട്ടോ. ഇത് നമ്മളിത് കഴിക്കാൻ പറ്റുന്ന സാധനമാണിത്. പക്ഷെ നമ്മൾ അങ്ങനെ ഇതുവരെ കഴിച്ചിട്ടില്ല, കാരണം മണ്ണിൽ വീണ് കിടക്കില്ല. അപ്പോൾ അങ്ങനെ അതത്ര നമുക്ക് ഫ്രഷായിട്ട് കയ്യിൽ കിട്ടില്ലല്ലോ, അതുകൊണ്ട് നമ്മളങ്ങനെ കഴിച്ചിട്ടില്ല ഇതുവരെ. പക്ഷേ കഴിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ വീഡിയോയിലൊക്കെ തിരഞ്ഞപ്പോൾ കണ്ട്. നല്ല സ്മെല്ലാട്ടോ. പക്ഷേ എന്താ വെച്ചാൽ ചക്ക പഴുത്ത ആ ഒരു സ്മെല്ല് തന്നെയാണ് അതിന്. അപ്പോൾ അത് നമ്മൾ പക്ഷെ ചെത്താൻ മാത്രം ഇല്ലല്ലോ, ഇതിപ്പോൾ ഒരു പനയേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ചെത്താൻ ആളെയൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഈ കായ ഇങ്ങനെ വീഴന്നെയാണ്, അതവിടെ അങ്ങനെ വീണ് കിടന്ന് മുളയ്ക്കും, അത്രയേ ഉള്ളൂ. പക്ഷെ എന്തായാലും ഭക്ഷ്യയോഗ്യമായിട്ടുള്ളൊരു സാധനമാണിത്. നമ്മളിതുവരെ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളൂ. നല്ലൊരു സ്മെല്ലാട്ടോ. നമ്മളതിങ്ങനെ എടുത്തു നോക്കിയാൽ നല്ലൊരു യെല്ലോ കളറാണത്. ഉള്ളിലിങ്ങനെ നമ്മൾ ആ ചകിരി ഇങ്ങോട്ട് പിടിച്ച് വലിച്ചാൽ അപ്പം അങ്ങോട്ട് പോരും. നല്ലൊരു കളറാണ്. ഒരു കൊഴുപ്പായിട്ടുള്ള ഒരു തരം ക്രീമി ആയിട്ടുള്ളൊരു സംഭവം അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അതിൽ കാണുക കേട്ടോ. ചകിരീൻ്റെ ഉള്ളിൽ നല്ല രസമാണ് കാണാൻ. പിന്നെ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളുടെ ഡ്രിപ്പിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഞങ്ങളുടെ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.